അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് വന്നിരിക്കണം നമ്മുടെ സ്വന്തം പാലക്കാട് ഒളിമ്പിയൻ സർക്കസിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫീമോള് യൂണിക്കോൺ ബാഗ് തൂക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഷോ തുടങ്ങാറായിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുട്ടികളുടെ റൈഡ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഫീമോൾ അങ്ങോട്ട് പോകണം മട്ട് വാശി പിടിച്ചു, പക്ഷേ ഷോ തുടങ്ങിയില്ല, അതുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഓണം സെലിബ്രേഷൻ അല്ലേ ഇപ്പോഴത്തെ കാലം, അതുകൊണ്ട് ഞങ്ങൾ അവിടെ വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്നാക്സ് വാങ്ങാൻ വന്നു കേട്ടോ. ഫിയമോൾക്ക് ബിങ്കോ ലൈസ് വേണം. അങ്ങനെ ഞങ്ങൾ സർക്കസിൻ്റെ ഉള്ളിലേക്ക് പോകണം കേട്ടോ. ആയിലും ആണെങ്കിലും അവിടെ ചാടി ചാടി കളിക്കുന്നുണ്ട്. ഫിയമോൾ അവിടേക്ക് എത്തി നോക്കണേ കണ്ടോ. അങ്ങനെ ടിക്കറ്റ് ഇല്ലാണ്ട് പോകാൻ പറ്റില്ലല്ലോ, ബിങ്കോ ലൈസൊക്കെ പിടിച്ചിട്ട് ഇരിക്കുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ കൊടുത്ത് ഉള്ളിൽ കയറി. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് ഇത്തിരി കൂടും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഷോ തുടങ്ങാറായിട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മുടെ ഷോ തുടങ്ങാറായിട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും എല്ലാ ഓഡിയൻസുകളും കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സർക്കസ് തുടങ്ങി ഗൈസ്. അപ്പോൾ നമ്മുടെ ജോക്കറും ഇവരൊക്കെ ഇപ്പോൾ വരും കേട്ടോ. അപ്പോൾ അവർ ലൈറ്റൊക്കെ കത്തിക്കുന്നുണ്ട്. ഇപ്പം ആദ്യം കണ്ട് ഇവരാണ് പങ്കെടുക്കുന്ന ഇവർ കേട്ടോ. അപ്പോൾ ജോക്കറൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇവരിന് മെക്സിക്കോവും ഇവിടെ നിന്നൊക്കെ വരികയാണ് കേട്ടോ ഇവർ. അപ്പോൾ ആദ്യം വന്ന ഈ ഒരു ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ നോക്കിക്കേ, നമ്മുടെ ചൈനീസൊക്കെ തിന്നില്ലേ ഒരു ഫോർക്ക്, അതേപോലത്തെ കൊണ്ട് ബാലൻസ് ചെയ്യാനിട്ട് നമുക്കൊന്നും ചെയ്യാൻ കിട്ടില്ല. നമ്മൾ ചെയ്ത് അത് താഴെ വീണുകൊണ്ടേയിരിക്കും. എന്തായാലും അവൻ്റെ ബാലൻസ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ കഴിയാറായിട്ടോ. എന്ന് വെച്ചാൽ അവർക്ക് കാലും കൊണ്ടും കൈ കൊണ്ടൊക്കെ ബാലൻസ് ചെയ്യണം കണ്ടോ. ഇതൊക്കെ എല്ലാവരും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഏഞ്ചലാണ് കേട്ടോ. വന്ന് ഏഞ്ചലാണെങ്കിൽ ഒരു വട്ടത്തിലുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അവർ നോക്കി കാല് വെച്ച് ബാലൻസ് ചെയ്യണം, മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടുമോ? അപ്പോൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും ഞങ്ങൾ ആയിലും ഇച്ചും ഫീമോളും അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാരൻസും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഇത് സർക്കസിൽ ഭയങ്കര നെട്ടിപ്പിടിപ്പിക്കുന്ന ആകാംക്ഷയല്ലേ. അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണണം കേട്ടോ. ഇത് എല്ലാവരും കാണണം. അപ്പോൾ നമ്മുടെ പാലക്കാട്ടേക്ക് എല്ലാവരും വരണം. അത് കഴിഞ്ഞിട്ട് ഇവർ ഏഞ്ചിൽ പോയി. അടുത്ത് നമ്മുടെ ജോക്കറാണ് കേട്ടോ വന്നിട്ട്. അങ്ങനെ ഇവരിങ്ങനെ ഈ നമ്മുടെ ചാടണല്ലേ അതിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കിക്കേ, നല്ല രസമുണ്ടല്ലേ ഇവനെ ചാടുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. അടുത്തതാ വേറെ 3 ആൾക്കാരുണ്ട് കേട്ടോ. ഒരു ഏഞ്ചലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏഞ്ചൽ അവിടെ അറ്റത്ത് നിൽക്കണം. അതുകൊണ്ട് ഇപ്പോൾ വരും കേട്ടോ ഏഞ്ചൽ. അപ്പോൾ അവൻ്റെ 2 ആളിൽ ചാടിക്കാൻ അടുത്ത് നമ്മുടെ ഏഞ്ചൽ ഇപ്പോൾ വരും കേട്ടോ. അങ്ങനെ നമ്മുടെ ജോക്കർ ഇതാ അത് കണ്ടോ, ജോക്കർ നിലവിളിക്കാൻ കേട്ടോ. ജോക്കർ ചാടാൻ പോണം. നമ്മുടെ ജോക്കർ അതാ ചാടുന്നു. നിങ്ങൾക്ക് ജോക്കറിനെ ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യാം കേട്ടോ. കുട്ടികളും ആയിലും ഇച്ചുമൊക്കെ നന്നായിട്ട് നോക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഫീമോൾ നോക്കിക്കേ കാണിക്കുന്നത്. അതുകൊണ്ട് ആയിലും ഇച്ചും ഇവരൊക്കെ നോക്കിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ കാണിക്കാമല്ലോ കൊച്ചു കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കില്ലേ. അത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. നമ്മൾ വലിയവർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ചെറിയ കുട്ടികളും ചെയ്യും. അടുത്ത് നോക്കിക്കേ ടവലും കൊണ്ട് ബാലൻസ് ചെയ്യുന്ന കാലും കയ്യിലൊക്കെ നോക്കിക്കേ. നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ കിട്ടില്ല അല്ലേ. സർക്കസിലല്ലേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഇത് കണ്ടു, ഇത് നല്ല ടഫാണ് നമുക്കൊക്കെ. പക്ഷെ അവർക്ക് സിമ്പിളായതുപോലെ കേട്ടോ. ആദ്യം ആ റെഡ് ബോളൊന്ന് ഇട്ട് നോക്കി, പിന്നെ അത് താഴത്ത് വേണം, പിന്നെ ഇട്ട് നോക്കണം അവർ. കണ്ടു ഗൈസ്, അവർ നന്നായിട്ട് ഇട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അത് എന്തായാലും മേലെ എത്താണ്ടിരിക്കില്ലല്ലോ. അവർ ഇത്രയും പ്രാക്ടീസ് ചെയ്യല്ലേ, എത്ര ദിവസം പ്രാക്ടീസ്. സർക്കസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4 മണിക്കിൻ്റെ ഷോയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, അവർ നോക്കൊക്കെ ബാലൻസ് ചെയ്യും, പക്ഷെ അത് താഴെ വീണുകൊണ്ടേയിരിക്കുക പാവങ്ങളില്ലേ. അപ്പോൾ നമ്മളങ്ങനെ
നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ. എന്താന്ന് വെച്ചത് ആദ്യത്തിൽ എന്താ ഇങ്ങനെയൊക്കെ കാണുന്നത് ഉണ്ണി അത് കണ്ടോ ഇങ്ങനെ തട്ടി തട്ടി വിടുമ്പോൾ മേലേക്ക് മേലേക്ക് പോയിട്ട് ആ ബാസ്ക്കറ്റിൽ കണ്ടോ മേലൊരു ബാസ്ക്കറ്റ് ബോൾ അതിൽ വീണാൽ തന്നെ ജയിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ടഫുള്ള ഞങ്ങളെല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ പാരൻസും കുട്ടികളും എല്ലാവരും കണ്ടിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇവർ ആദ്യത്തിൽ കണ്ടോ ഇതും പൊട്ടി എന്ന് വെച്ചാൽ നേരെ ആക്കിയില്ല. പിന്നെ റെഡ് ബോൾ ഇട്ട് നോക്കി അവർക്ക് നേരെ കിട്ടണം അല്ലേ കിട്ടണമല്ലേ. അവന് ഇത്ര ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടും കിട്ടണില്ല പറഞ്ഞാൽ എന്താല്ലേ അവസ്ഥ. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അങ്ങനെ ഗൈസ് അതും വീണു കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത യെല്ലോ ബോളാണ് എടുക്കുന്നത്. പാവം അവർ വീണുകൊണ്ടേയിരിക്കും അവരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ജോക്കർ പോയിട്ട് റെഡ് ബോൾ അങ്ങനെ എടുത്തു കേട്ടോ. 2 ബോൾസ് ഉണ്ട് കേട്ടോ. അവരിങ്ങനെ തട്ടി തട്ടി മേലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. കണ്ടോ ആ ബാസ്ക്കറ്റിലിടുന്ന ലക്ഷ്യം കേട്ടോ. അതുകൊണ്ട് അവർ മെല്ലെ ചെയ്യുന്നത് എന്താ വെച്ചാൽ അത് ബാസ്ക്കറ്റിട്ട് ഓഡിയൻസിന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതാ ഇട്ടു അതും പോയി ഗായ്സ്. ഇനി അടുത്ത റെഡ് ബോളാണ്. അപ്പോൾ റെഡ് ബോൾ ജയിക്കുമോ അതോ ജയിക്കില്ലേ കമൻറ്റ് ചെയ്യാം കേട്ടോ. റെഡ് ബോളാണ് ജയിക്കുക അതോ യെല്ലോ ബോളാണ് ജയിക്കുക നമുക്ക് നോക്കാം. റെഡ് ബോൾ എത്താറ് അങ്ങനെ എത്തി 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 വന്ന് അവരങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. യെസ് ഗായ്സ് അങ്ങനെ തട്ടി നമ്മുടെ ബാസ്ക്കറ്റിൽ കൊണ്ട് എല്ലാ ഓഡിയൻസ് ക്ലാപ്പൊക്കെ കൊട്ടി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവരാണ് കേട്ടോ. ഇവരെന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഈ കത്തി ഇങ്ങനെ വായിക്കൂടെ മെഴുങ്ങില്ല അതേപോലെ നോക്കിക്കോട്ടെ നിങ്ങൾ. നോക്കിക്കേ ഗായ്സ് കത്തി മുഴുങ്ങുന്ന കാണുമ്പോൾ അത് കള്ളത്തരാണോ അതോ ശരിക്കാണോ കമൻറ്റ് ചെയ്യട്ടോ. എനിക്കൊന്നും തോന്നിയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്താലേ ഞങ്ങൾക്കറിയുള്ളൂ. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. ചിലവർ നുണയായിരിക്കും പറയുന്നത്, ചിലവർ സത്യമായിരിക്കും പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഇതല്ലേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓയിൽ ഒഴിച്ചൊക്കെ അതേപോലെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ബാലൻസ് മുള്ളും കൊണ്ട് ബാലൻസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാവരും നോക്കുകയാണ്. ഇത് കള്ളമാണോ സത്യമാണോ നമുക്ക് നോക്കാട്ടെ കമൻറ്റിലൂടെ. അങ്ങനെ അവർ നോക്കുകയാണ്. നോക്കിക്കേ ഇവരൊക്കെ മെക്സിക്കോ എന്നാണ് കേട്ടോ. അവരവിടെ പറയുന്നുണ്ട് ഇവർ മെക്സിക്കോന്ന് വരികയല്ലേ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാട്ടെ നിങ്ങൾ. അത് കഴിഞ്ഞ് നമ്മുടെ ആയാലും അതേപോലെ ചെയ്യുക കേട്ടോ. ഇടുപ്പിൽ കെട്ടിയിട്ട് അത് കെട്ടിയിട്ട് അവർ ചെയ്യണ പോലെ തന്നെ ഇവരും ചെയ്യുക അല്ലേ. അങ്ങനെ അവർ എന്താ ഇതെന്താ സാധനം നമ്മുടെ ഈ മുള്ള് പോലത്തെ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിൽ കേട്ടോ ഒന്ന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആയിൽ ചെയ്യുന്ന നോക്കിക്കാൻ നല്ല കോമഡി ആയിട്ടില്ലേ. അവർ കിടക്കണ കാണുമ്പോൾ നമ്മുടെ ആയിലും കിടക്കുക. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും കൂടി ഇത് കണ്ട ഓഡിയൻസ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക വരുന്നത്. ഇവർ രണ്ടാളും കൂടി അവർ ചെയ്യണ കാണുമ്പോൾ ഇവരും ചെയ്യാൻ കേട്ടോ. എന്നുവെച്ചാൽ അവർക്ക് ഇത് ആക്കി മടുക്കില്ല. അതേപോലെ തന്നെ ഫിയമോളെ ഇടയിൽ വന്ന് പോപ്കോണൊക്കെ വായിലിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആയിൽ പറഞ്ഞാൽ എനിക്ക് പോപ്കോൺ ഇഷ്ടമല്ല എന്ന് കേട്ടോ. ഇഷ്ടമാണ് അവൻ തിന്നില്ല. അടുത്ത് നമ്മുടെ ഏഞ്ചൽ നോക്കിക്കേ പറക്കുന്നു. നോക്കിയല്ലേ മുടിയിൽ വെച്ചിട്ടാണ് കേട്ടോ പറക്കുന്ന. മുടി എനിക്കില്ലേ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് ബബിൾസൊക്കെ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. നോക്കിക്കേ കുട്ടികളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നു. ബബിൾസ് പൊട്ടാനായിട്ടോ. പൊട്ടിക്കാൻ നിൽക്കണം അവർ. പക്ഷെ അങ്ങോട്ട് വരുന്നില്ല. അതിൻ്റെ വലിയ ബബിൾസ് നോക്കിക്കേ ഭയങ്കര രസമുണ്ടല്ലേ. ചിലർ യൂട്യൂബ് ചാനൽ കണ്ടിരിക്കും ബബിൾസ് കാണുന്നിട്ട് വാശി പിടിച്ചേരെ. നമ്മുടെ ആയാലും അങ്ങനെ തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നോക്കി ഇവർ കുറേ ചെയ്യണുണ്ട് ബബിൾസൊക്കെ. അത് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരട്ടിക്കിട്ടപ്പം വന്നു. അത് വന്നിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ ആയിലും നീച്ചവനൊക്കെ കോമഡി വന്നു കേട്ടോ. കുഞ്ഞു മക്കളെല്ലാവരും നോക്കിയിട്ടിരുന്നു വെച്ചാൽ അതും കുഞ്ഞുകുട്ടിക്ക് കാണാൻ വേണ്ടിയിട്ട് രസിക്കാൻ വേണ്ടിയിട്ട് ഒരു കരണ്ടിനെ കൊണ്ടുവന്നിട്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ കരടി നോക്കിക്കേ ഡാൻസ് കളിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. കരടി ആയിലിച്ചും കണ്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ആ കരടി നല്ല രസമുണ്ട് ഇങ്ങനെ ആടുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഈ വീഡിയോ കുഞ്ഞുമക്കൾക്ക് എന്തായാലും കാണിച്ചു കൊടുക്കാം കേട്ടോ കരടീനെയൊക്കെ രസിക്കുമ്പോൾ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും കാണാം. അത് കഴിഞ്ഞിട്ട് ജോക്കേഴ്സ് ആട്ടോ ജോക്കേഴ്സ് അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. അവർ വീഴണം കാണാൻ. അവർ ഡാൻസ് കളിക്കണം. അത് കഴിഞ്ഞിട്ട് അവർ വീഴും. പിന്നെ അങ്ങനെ
ഓരോരുത്തരും തപ്പണം. അത് നോക്കിക്കേ ഗൈസ്, മേലയിലൊക്കെ കയറി കയറി. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണണേ. അങ്ങനെ അത് കഴിഞ്ഞ് അവരുടെ പെർഫോമൻസ് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഇതെന്താ സ്പ്രിങ് പോലത്തെ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇവർ ചാടുമ്പോൾ ആ സ്പ്രിങ് ഇങ്ങനെ ചാടുന്ന നല്ല രസമുണ്ട് കേട്ടോ. ആയിൽ ഇച്ചൊക്കെ പറയും ഇത് ഭൂമാണ്ടിയാണ് ഭൂമാണ്ടിയാണ്. പക്ഷേ കുഞ്ഞു മക്കൾ അങ്ങനെ അറിയാം. നോക്കിക്കാൻ നല്ല രസമുണ്ട് അല്ലേ ഗായ്സ്. സ്പ്രിങ് പോലെയാണ് ഇത് കേട്ടോ. ശരിക്കും സ്പ്രിങ് തന്നെ കേട്ടോ. അങ്ങനെ അവർ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ പരത്തിയിട്ട് പിന്നെ രാക്ഷസം പോലെ ആക്കിയിട്ട് അവർ ഇത് കണ്ടോ, കൈയൊക്കെ നമ്മുടെ 8 അതേപോലെയാണ് കേട്ടോ അവരാക്കിയിരിക്കുന്ന. നോക്കിക്കോ നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആ ഭൂമാട്ടിൻ്റെ സർക്കസും കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ആരാ വന്നറിയും, ഏഞ്ചലാണ് കേട്ടോ. മീൻസ് ഏഞ്ചലും ഇവരൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഇവർ നോക്കിക്കേ നല്ല രസമുണ്ട് അല്ലേ. നമ്മുടെ ആദ്യമായിട്ടില്ലേ സർക്കസ്. ആരെങ്കിലും പോയിട്ടില്ല അല്ലേ സർക്കസിൽ. പക്ഷെ നമ്മുടെ പാലക്കാട് സർക്കസിലേക്ക് എല്ലാവരും വരണം കേട്ടോ. അങ്ങനെ നോക്കിക്കേ കയറി 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 പോകുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ ഒന്ന് കാണട്ടോ. അങ്ങനെ ഇവർ നോക്കിക്കേലേ വട്ടത്തിൽ കറങ്ങുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. നിങ്ങളിങ്ങനെ ചെയ്യില്ലേ, ചിലവർക്ക് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കിക്കേ കറങ്ങുന്ന നല്ല രസമുണ്ടല്ലേ. അവർ കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട് അല്ലേ. നോക്കിക്കേ അവർ ആദ്യമായിട്ടല്ലേ ചെയ്യുന്നത്. നോക്കിക്കല്ലേ ആദ്യമായിട്ട് ചെയ്യുമ്പോഴുള്ള രസം. അതെനിക്ക് ഇവിടെ ഒരു ഏഞ്ചൽ വന്ന് നോക്കിക്കേ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കറങ്ങണ സാധനം, അത് വെച്ചിട്ട് എന്തൊക്കെയൊക്കെയോ ഓരോ ഷേപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നോക്കിക്കേ. ഇനി അതൊരു ബോൾ പോലെയൊക്കെ ആക്കും കേട്ടോ. നമ്മളാണെങ്കിലോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരു സ്പ്രിങ് ഇത് കിട്ടിയാൽ നമ്മൾ അതുകൊണ്ട് കൈ കൊണ്ടോ കാലം കൊണ്ടോ കറങ്ങും കേട്ടോ. നോക്കി ഇവർ കൈ 4 ഉണ്ട് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കറക്കി. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ അടുത്ത ഷോ തുടങ്ങാം കേട്ടോ. ആ ഏഞ്ചൽ അങ്ങനെ നോക്കിക്ക് കുറേ സ്പ്രിങ് വെച്ചിട്ട് അങ്ങനെ ആക്കുന്നു. നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ശരിക്കും. അടുത്ത വന്ന് നമ്മുടെ യൂണിക്കോൺസ് ആണ് കേട്ടോ. ഇത് ഫിയൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ആ യൂണിക്കോൺസ്. ഏഞ്ചൽ വന്നിട്ട് യൂണിക്കോണിന് പറയുക അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുന്ന പറയുമ്പോൾ അല്ലേ. അപ്പോൾ നമ്മുടെ ഫിയമോളും ഇവരൊക്കെ യൂണിക്കോൺ നോക്കിയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല രസമില്ലേ യൂണിക്കോൺ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഈ വീഡിയോ കാണിച്ചു കൊടുക്കണം കേട്ടോ. യൂണിക്കോണും കരടിയും ഭൂമാണ്ടി ഇതൊക്കെ ഇല്ലേ, കുഞ്ഞു കുട്ടികളൊക്കെ ഭൂമാണ്ടി എന്നാണല്ലേ പറയാം. അപ്പോൾ യൂണിക്കോൺ നടക്കണ കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ. അതായിട്ട് നമ്മുടെ ഫീമോളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക ആകാംക്ഷയോടെ. അങ്ങനെ നമ്മുടെ ആയിൽ ഇതാ കുതിര എന്നിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ ഈ വീഡിയോ. കുതിര എന്നൊക്കെ കണ്ടിട്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ യൂണിക്കോൺ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലൈറ്റ് പോലത്തെ വന്നു കേട്ടോ. റെയിൻബോ പോലെ ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ. അതിൽ ജോക്കർ ഇത് എറിഞ്ഞു കേട്ടോ ബോള്. അപ്പോൾ ഞങ്ങളെങ്ങനെ കളിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഫിയമോൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫിയമോൾ തട്ടുമെന്ന് അറിയില്ല നമുക്ക് അല്ലേ. പിന്നെ നോക്കിക്കേ അവർ ബാലൻസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ അത് അവർ വീഴില്ലേ ആർക്കറിയാം അല്ലേ. അപ്പോൾ അവർ പുറത്തേക്ക് ഇപ്പോൾ ചാടും കേട്ടോ. അങ്ങനെയാണ് അവർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.